അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെയിൽവേയുടെ പ്രൈവറ്റൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്. എന്താണ് പ്രൈവറ്റൈസേഷൻ ഓഫ് റെയിൽവേ. ഓക്കെ, അപ്പോൾ റെയിൽവേയുടെ പ്രൈവറ്റൈസേഷനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രൈവറ്റൈസേഷൻ ഓഫ് റെയിൽവേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഈ ഒരു വീഡിയോ സെഷൻ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം പിടികിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കൊടുത്തിരിക്കുകയാണ് അല്ലെ. എന്തിനാണ്? പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒന്നാമത്തെ എന്താണ്? ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ലാർജസ്റ്റ് പാസഞ്ചർ ആണ്, ലാർജസ്റ്റ് പാസഞ്ചേഴ്സ് ഉള്ളത്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ളത് ഇന്ത്യൻ റെയിൽവേയിലാണ്. അതുപോലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് ഫ്രൈറ്റ് മൂവ്മെന്റ്. ഓക്കെ, നമ്മള് ഫോർത്ത് ലാർജസ്റ്റ് ഫ്രൈറ്റ് മൂവ്മെന്റ് ആണ്. സോ ഇന്ത്യൻ റെയിൽവേനെ പറ്റി അറിയുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഇന്ത്യൻ റെയിൽവേ which is one of the most which is having the largest passenger traffic as well as it is one of the fourth largest freight movement. അപ്പോൾ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിംഗ് റെയിൽവേ സിസ്റ്റം ആണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ. ഫോർത്ത് ലാർജസ്റ്റ് ഫ്രൈറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. സോ ഇന്ത്യൻ റെയിൽവേ രണ്ട് കാര്യങ്ങൾ, ലാർജസ്റ്റ് പാസഞ്ചേഴ്സ് അതുപോലെ തന്നെ ഫോർത്ത് ലാർജസ്റ്റ് ഫ്രൈറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഫ്രൈറ്റ് മാനേജ്മെന്റ് വെച്ചാൽ എന്താണ്? ഗുഡ്സ്, കേട്ടോ. ഗുഡ്സിനെയൊക്കെ നമ്മള് ഗുഡ്സ് കൊണ്ടുപോകത്തില്ലേ നമ്മളെ കൃഷിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബജറ്റിൽ കൊണ്ടുവന്ന സാധനമാണ് ഏതേ ബജറ്റില് നമ്മുടെ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ടൊമാറ്റോസ്, പൊട്ടാറ്റോസ്, ഒണിയൻ ഒക്കെ ജീർണിച്ച് പോവാതിരിക്കാൻ വേണ്ടി, അഴുവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ ഒരു പുതിയ സംരംഭമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? കിസാൻ റെയിൽ. ഓക്കെ, കിസാൻ റെയിൽ. ഓക്കെ, അപ്പോ നമ്മുടെ പ്രൈവറ്റൈസേഷൻ, നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, ബിബേക് ദെബ്രോയ് കമ്മിറ്റി. കേട്ടിട്ടുണ്ടോ? ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ് വൺ ഓഫ് ദി കമ്മിറ്റി വിച്ച് റെക്കമെൻഡഡ് റെയിൽവേസിന് ഒരു പ്രൈവറ്റൈസേഷൻ വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? റെയിൽവേസില് കോമ്പറ്റീഷൻ വരും. ഓക്കെ, വളരെയധികം രീതിയിൽ കോമ്പറ്റീഷൻ വരും. അതായത് ഇപ്പൊ നമുക്കറിയാം റെയിൽവേസിലെ ഫുഡൊക്കെ IRCTC ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ പോലും ഫുഡ് നമുക്ക് റെയിൽവേയിൽ നിന്ന് വാങ്ങാനൊരു മടിയാണ് അല്ലെ. അത്രയ്ക്ക് പ്രശ്നമായ ഫുഡുകളുണ്ട്. അതേപോലെ ഹൈജീൻ അല്ല, സാനിറ്റേഷൻ ഇല്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടും ഉണ്ട്, അത് കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രൈവറ്റൈസേഷൻ വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വണ്ടി, മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ വണ്ടി മാത്രമല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഇപ്പൊ ചിലപ്പോൾ ജിയോ വരാം, ചിലപ്പോൾ ടാറ്റ വരാം, അവരെയൊക്കെ ട്രെയിൻ വരാം. അപ്പൊ അവരെ കുറച്ചുകൂടി സാനിറ്റേഷൻ, കുറച്ചുകൂടി ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ നോക്കുന്ന ട്രെയിൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാര് പ്രൈവറ്റൈസേഷൻ ചെയ്ത അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രെയിൻസിലേക്ക് പോവുകയും അത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് ഒരു പുഷ് ആവും. ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽത്തിന് വേണ്ടിയിട്ടും റെയിൽവേ ഫുൾ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിൽ നിന്നൊരു വരും. നമ്മൾ പറയില്ല ഇപ്പൊ KSRTC മാത്രമേ ഉള്ളെങ്കിൽ ഒരു പ്രൈസ് കോമ്പറ്റീഷനോ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ KSRTCയും അതിലൂടെ പ്രൈവറ്റ് ബസ്സും ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റെയിൽവേ പ്രൈവറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് രണ്ട് രീതിയിലാണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ്, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കേട്ടോ. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഫ്രം ദി പാർട്ട് ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ഇങ്ങനെ ഒരു പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മെയിന്റനൻസ് റെഡ്യൂസ് ആവും. ഓക്കെ, റെഡ്യൂസ്ഡ് മെയിന്റനൻസ്. രണ്ടാമത്തേന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ട്രാവൽ എക്സ്പീരിയൻസ്. എന്താണ്? വേൾഡ് ക്ലാസ് ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത്. മൂന്നാമത്തേത് കുറച്ചുകൂടി സേഫ്റ്റി വരും.
എൻഹാൻസ്ഡ് സേഫ്റ്റി, അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദിവസം പത്രം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും 2 തവണയെങ്കിലും നമ്മൾ ഈ റെയിൽവേ ആക്സിഡന്റ്സ് കാണാറുണ്ട്. അപ്പം റെയിൽവേ ആക്സിഡന്റ്സ് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്സ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതും കറക്റ്റ് ആയിട്ട് റെയിൽവേ ട്രാഫിക് നോക്കാത്തതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടെ വരുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റി അവിടെ വരും. പിന്നെ എന്താണ് ഡിമാൻഡ് സപ്ലൈ ഡെഫിസിറ്റ്, എന്താന്ന് പറഞ്ഞുതരാം. ഡിമാൻഡ് സപ്ലൈ ഡെഫിസിറ്റ്. അപ്പൊ ഈ ഡിമാൻഡ് സപ്ലൈ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പൊ ഒരുപാട് പേര് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു ഡിമാൻഡ് ആൾക്കാർക്കുണ്ട്, ട്രെയിനിൽ പോകാനൊരു ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ട്രെയിൻ ഇല്ല. അപ്പൊ പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പിലുള്ള ട്രെയിൻ വരും, അൺലിമിറ്റഡ് സ്റ്റോപ്പിലുള്ള ട്രെയിൻ വരും, കറക്റ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോയി ഇറക്കുകയും ആ രീതിയിലുള്ളത് വരും. പക്ഷെ കുറച്ച് പൈസ കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ, ഇന്ത്യൻ റെയിൽവേ തന്നെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പൈസ അധികം കൂടുതലാണെങ്കിൽ പോലും പ്രൈവറ്റില് കുറച്ചുകൂടി നല്ല സേഫ്റ്റിയും നല്ല വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസും ഉള്ള രീതിയിലുള്ള ട്രെയിൻ സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ഗവൺമെന്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി പ്രൈവറ്റൈസേഷന് കുറച്ചുകൂടി ഊന്നൽ വരുന്നത്. കേട്ടിട്ടുണ്ടോ റെയിൽ ഹോസ്റ്റസ്? നമ്മള് ഇതിപ്പോ ഇത്രയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സിലേക്ക് കടക്കുകയാണ്. നമ്മള് പ്ലെയിനിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആരാണ്? എയർ ഹോസ്റ്റസ് അല്ലെ. അതുപോലെ നമ്മുടെ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പോകുന്ന ആൾക്കാരാണ് ആര്? ട്രെയിൻ ഹോസ്റ്റസ്. അപ്പൊ ഒരു ട്രെയിൻ ഹോസ്റ്റസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ട്രെയിൻ ഓട്ടിക്കുകയാണെങ്കിൽ ഓക്കെ, നല്ല ഫുഡും നല്ല ഹെൽത്തും നല്ല രീതിയിലുള്ള ടോയ്ലറ്റ്സ്, ബയോ ടോയ്ലറ്റ് കേട്ടിട്ടുണ്ടോ? ബയോ ടോയ്ലറ്റ് അതായത് നമ്മള് ടോയ്ലറ്റിൽ പോയിട്ട് അതിന്റെ എന്താ പറയാ വെളിയിൽ പോകുന്ന സാധനം എന്ന് പറയുന്നത് വെള്ളവും പിന്നെ അത്ര പൊല്യൂഷൻ ചെയ്യാത്ത രീതിയിലുള്ള മീഥെയിൻ പോലത്തെ സംഭവമാണ് പോകുന്നത് വെളിയിൽ. ഓക്കെ, അപ്പം അത് നല്ല രീതിയിൽ വെള്ളവും ഓക്സിജനുമാണ് തോന്നുന്നത്. വെള്ളവും ഓക്സിജനുമാണ് പോകുന്നത് ബയോ ടോയ്ലറ്റിൽ കേട്ടോ. അപ്പം ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇപ്പൊ 2 ലക്ഷത്തിൽ പരം ബയോ ടോയ്ലറ്റ്സ് ഉണ്ട്. ഓക്കെ, മിക്ക ട്രെയിനിൽ 2 ലക്ഷത്തിൽ പരം മൊത്തം നോക്കുവാണെങ്കിൽ 2 ലക്ഷത്തിൽ പരം ബയോ ടോയ്ലറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പം ഈ ബയോ ടോയ്ലറ്റ്, ട്രെയിൻ ഹൗസസ്, നല്ല ഫുഡ് ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ പ്രൈവറ്റൈസേഷൻ, ഇപ്പൊ റെയിൽവേ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിന്റെ ഗുണങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലെ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി പ്രൈവറ്റൈസേഷൻ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്യണം, ഈ പ്രൈവറ്റ് പാർട്ടി എന്ത് ചെയ്യണം? ഓക്കെ, അത് നോക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മൊത്തത്തിൽ അങ്ങ് പ്രൈവറ്റിന് വിട്ടു കൊടുക്കുകയാണോ, അതിൽ ഇന്ത്യൻ റെയിൽവേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹൈ ചാർജ് വരത്തില്ലേ അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് നോക്കുന്നത് നോക്കാം. പ്രൈവറ്റ് നോക്കുന്നത് ഫൈനാൻസ്. ഏതൊക്കെയാണ്? ഫൈനാൻസ്, പ്രൊക്യൂറിംഗ്, ഓപ്പറേഷൻ, പിന്നെ മാനുഫാക്ചറിങ്. ഓക്കെ, ഇവിടെ സ്ഥലമില്ല. മാനുഫാക്ചറിങ് ഇൻ ദ സെൻസ് ഈ ട്രെയിനിന്റെ ബോഗി നോക്കുന്നതും അതുപോലെ പിന്നെ അതിന് ഫൈനാൻസ് കണ്ടെത്തുക, സ്ഥലം പിടിച്ചെടുക്കുക, അതാണ് പ്രൊക്യൂറിംഗ് കേട്ടോ. സ്ഥലം അക്വയർ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. ഓപ്പറേഷൻ, റെയിൽവേയുടെ ഓപ്പറേഷൻ. ഇത് ഇത്രയുമാണ് പ്രൈവറ്റിന്റെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ്, ഫൈനാൻസ്, പ്രൊക്യൂറിംഗ് ആൻഡ് ഓപ്പറേഷൻ. അപ്പൊ ഇത് 4 പ്രൈവറ്റിൽ വരുന്നത്. അപ്പൊ ഇന്ത്യൻ റെയിൽവേ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നത് ഫെയറും സ്റ്റോപ്പേജും. ഫെയർ അതായത് എത്ര പൈസ അടയ്ക്കണം, എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യണം, ഇത് രണ്ടുമാണ് ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നത്. പ്രൈവറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിംഗ്, ഫൈനാൻസ്, പ്രൊക്യൂറിംഗ് ആൻഡ് ഓപ്പറേഷൻ. അതേസമയം ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നത് ഫെയർ ആൻഡ് സ്റ്റോപ്പേജസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ പ്രൈവറ്റ് സെക്ടറിന് 35 വർഷത്തേക്കാണ് ആക്ച്വലി ഒരു ട്രയൽ റണ്ണ് കൊടുക്കുന്നത്. 35 വർഷത്തേക്ക് നോക്കും, എന്നിട്ട് കൊള്ളാമെങ്കിൽ ഇനി വീണ്ടും അവർക്കുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് നോക്കാം. നമ്മൾ 4 നോക്കി അല്ലെ, എന്തൊക്കെയാണ്? പുതിയ നല്ല രീതിയിലുള്ള ഫെസിലിറ്റി വരും, AC കമ്പാർട്ട്മെന്റലൈസേഷൻ വരും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ റെയിൽവേസിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്?
ഇതിന്റെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തരണമെങ്കിൽ ക്വസ്റ്റ്യന് ചിലപ്പോൾ കമന്റ് ആയിരിക്കും ചോദിക്കുന്നത്. കമന്റ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ കൂടെ ബാക്കി എന്തൊക്കെ ഉണ്ടെന്നും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അതേസമയം ക്രിട്ടിക്കലി അനലൈസോ ഇതൊക്കെ വരികയാണെങ്കിൽ എഗെയിൻസ്റ്റും ഫോറും നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എഗെയിൻസ്റ്റ്. ഇതിന് എതിരഭിപ്രായം എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിന് എതിരഭിപ്രായം നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നാമത്തെ എന്താണ്, നമ്മുടെ ജിയോക്ക് പറ്റിയ അബദ്ധം ഇവിടെയും പറ്റും. അതായത് ഇപ്പൊ ജിയോ ടെലികോം ഓപ്പറേഷൻ അല്ലേ, അപ്പൊ അവർക്കാണ് ഇപ്പൊ മൊത്തത്തിലുള്ള ഓട്ടോണമി, ബാക്കിയുള്ളവർക്ക് ഏകദേശം തകർന്നടിയാറായി. അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനി മൊത്തത്തില് റെയിൽവേനെ കൊണ്ടുപോവുകയാണെങ്കിൽ ജിയോ എന്താണ് ചെയ്യുന്നത്, പ്രെഡേറ്ററി പ്രൈസിംഗ് ആണ്. ഓക്കെ, പ്രെഡേറ്ററി പ്രൈസിംഗ് എന്ന് വെച്ചാല് സാധനം അവർക്കും നഷ്ടത്തില് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാവരും കൂടെ ജിയോ എടുക്കും. അങ്ങനെ ജിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ളവർ നഷ്ടത്തിലാവും. അതാണ് പ്രെഡേറ്ററി പ്രൈസിംഗ്. അതേപോലെ പ്രെഡേറ്ററി പ്രൈസിംഗ് എന്ന് പറഞ്ഞ സാധനം റെയിൽവേസിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന ഏതെങ്കിലും ടേംസോ വേർഡ്സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, അപ്പോ ജിയോ ടെലികോം എടുത്ത കണക്ക് ഏതെങ്കിലും ഒരു കമ്പനി, അദാനിയോ ടാറ്റയോ ആരെങ്കിലും ഫുൾ ആയിട്ട് ഇതിന്റെ ഒരു മോണോപോളി ഏറ്റെടുക്കാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. അടുത്തത്, ഇതിനൊരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ ഇല്ല. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു റെഗുലേറ്റർ വെച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യണം, പ്രൈവറ്റൈസേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെഗുലേറ്റർ ഇതിനെ വെച്ചിട്ടില്ല. അപ്പൊ അതും ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അടുത്തത്, റെയിൽവേ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ആണ്. ഞാൻ ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ഓക്കെ, റെയിൽവേ എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പബ്ലിക് സർവീസ് നമ്മൾ എഡ്യൂക്കേഷനൊക്കെ കൊമേഴ്ഷ്യലൈസ് ചെയ്യത്തില്ലേ അല്ലെ, അറിഞ്ഞൂടെ? ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അതൊക്കെ മാറ്റി മറിക്കണം നമുക്ക്. ഓക്കെ, സോ പബ്ലിക് സർവീസ് ആണ് എന്ത്, റെയിൽവേ. ഓക്കെ, അപ്പൊ ആ പബ്ലിക് സർവീസിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇഷ്ടം പോലെ മൈഗ്രന്റ് ഇഷ്യൂ നമുക്ക് അറിയാമല്ലോ. നമ്മൾ അന്ന് സമയം ആയപ്പോൾ പോലും നമ്മൾ അറിഞ്ഞു, കൊറോണയുടെ ടൈം ആയപ്പോഴും ആൾക്കാർ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ ചെലവില് സ്ഥലത്ത് പോകാൻ പറ്റുന്നത് റെയിൽവേ ആണ്. അപ്പൊ പ്രൈസിന്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട്, പക്ഷെ എന്നാലും പ്രൈസ് ഗവൺമെന്റ് ആണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, പബ്ലിക് സർവീസ് അതുകൊണ്ട് രാകേഷ് മോഹൻ കമ്മിറ്റി, ഒരു കമ്മിറ്റി ഉണ്ട്, രാകേഷ് മോഹൻ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഈ രാകേഷ് മോഹൻ കമ്മിറ്റിയും പറഞ്ഞത് പബ്ലിക് സർവീസ് ആയതുകൊണ്ട് ഇത് പ്രൈവറ്റ് ചെയ്യുമ്പോൾ വളരെ രീതിയിൽ കോൺട്രവേഴ്സി സൃഷ്ടിക്കും എന്ന് രാകേഷ് മോഹൻ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് കമ്മിറ്റി പഠിച്ചു, ബിബേക് ദബ്രോയ് കമ്മിറ്റിയും രാകേഷ് മോഹൻ കമ്മിറ്റി. ഓക്കെ, അപ്പം നമ്മൾ 3 പ്രോബ്ലം പഠിച്ചു. ഏതൊക്കെയാണ്, ജിയോയുടെ പോലെ പ്രെഡേറ്ററി പ്രൈസിംഗ് കൊടുത്ത് ആൾക്കാർ ആരെങ്കിലും അതിലേക്ക് മാറും, പിന്നെ ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ ആയിരിക്കണം, പിന്നെ പബ്ലിക് സർവീസ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരും. അൺഫെയർ കോമ്പറ്റീഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, അൺഫെയർ കോമ്പറ്റീഷൻ ഇതിലും വരും കേട്ടോ, അൺഫെയർ കോമ്പറ്റീഷൻ. ഓക്കെ, അങ്ങനെ അൺഫെയർ കോമ്പറ്റീഷൻ വരുമ്പോൾ എന്ത് വെച്ചും, നല്ല പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇതിൽ വരാൻ പറ്റില്ല, നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പറ്റീഷൻ ഇൻ ദ സെൻസ്. ഇപ്പൊ ഒരാള് 10 രൂപയ്ക്ക് തിരുവനന്തപുരം വരെ, ട്രിവാൻഡ്രം തൊട്ട് കൊച്ചി വരെ 10 രൂപയ്ക്കാണ് ഒരു പ്രൈവറ്റ്. ഒരാള് 9 രൂപ, ഒരാൾ 5 രൂപ. അപ്പൊ ആലോചിച്ച് നോക്കുക, ആൾക്കാർ എഴുതി പോകും, ഇതിലേ പോകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇയാൾ മാത്രം നിലനിൽക്കൂ, ബാക്കിയുള്ളവർ ഇതിൽ നിൽക്കത്തുമില്ല. മനസ്സിലായില്ലേ? ആ രീതിയിലുള്ളതിനാണ് പ്രെഡേറ്ററി പ്രൈസിംഗ്, അൺഫെയർ കോമ്പറ്റീഷൻ പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി വേറെ എന്ന് പറയുന്നത് പോപ്പുലർ റൂട്ട്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം നോർത്ത് ഈസ്റ്റിലൊക്കെ റെയിൽവേസ് കുറവാണ്, ഹിമാലയൻ ആ ഏരിയാസിലും റെയിൽവേ കുറവാണ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ അതിൽ ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആൻസർ പേപ്പറിൽ ഒരു ഇന്ത്യൻ മാപ്പ് വരച്ചിട്ട്, ഇതിലിപ്പോ വരയ്ക്കുമ്പോൾ എനിക്ക് ശരിയാവുന്നില്ല. ഓക്കെ, ഇന്ത്യ മാപ്പ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക കേട്ടോ. ജസ്റ്റ് വരച്ചിട്ട് യു ക്യാൻ സേ ലൈക്ക് നോർത്ത് ഈസ്റ്റിലും ഹിമാലയ ഏരിയാസിൽ റെയിൽവേ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇല്ലാത്തടത്ത് അവിടെ എന്ത് ചെയ്യത്തില്ല, അവിടെ വീണ്ടും റെയിൽവേസ് വരത്തില്ല. ഓക്കെ, ഇല്ലാത്തടത്ത് അപ്പോഴും അതേപോലെ ഇല്ലായ്മ തന്നെ ആയിരിക്കും. ബാക്കിയുള്ളിടത്ത് തന്നെ അവരെന്ത് ചെയ്യും, റെയിൽവേ പണിയും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും, ചില റീജണൽ ഡിസ്പാരിറ്റി വരും. അതിനെ പറയുന്ന പേരാണ് റീജണൽ ഡിസ്പാരിറ്റി. ഇവിടെ എഴുതാം. ഓക്കെ, റീജണൽ ഡിസ്പാരിറ്റി. ഓക്കെ, കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. റീജണൽ ഡിസ്പാരിറ്റി, അതായത് ഒരു സ്ഥലത്തിന് മാത്രം എപ്പോഴും ഡെവലപ്മെന്റ് വരും. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് പ്രൈവറ്റൈസേഷന്റെ എഗെയിൻസ്റ്റ്. ഓക്കെ, ഇനി ഇതിന്റെ വേ ഫോർവേഡ്, എങ്ങനെ നമുക്ക് ഇതിനെ ശരിയാക്കാം. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യം അതിനൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന് ഫാക്ട്സ് വെച്ച് ജസ്റ്റ് ഒന്ന്
അതിനൊന്ന് ആർഗ്യുമെന്റ് ജസ്റ്റ് ഒന്ന് സ്ട്രോങ് ആക്കുക. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പം KS നല്ല സമയമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. UPSC ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് 1 or 2 സെന്റൻസ്, അതിൽ കൂടുതൽ പാടാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് കണ്ടന്റ് നമ്മുടെ കാണുവേ. അപ്പൊ അത് നമുക്ക് അത്ര എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് നോക്കാം, വേ ഫോർവേഡ് നോക്കാം. സോ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ സജഷൻ ആണ്. നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലെ, അതിന്റെ ഒരു കുട്ടി സംഭവമാണ് നമ്മൾ മെയിൻസിലും ചെയ്യുന്നത്, വേ ഫോർവേഡ്. ഓക്കെ, അപ്പൊ വേ ഫോർവേഡ് എന്തൊക്കെയാണ്? ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ വെക്കുക, അപ്പൊ ആ ഒരു പ്രശ്നം തീരും. ഓക്കെ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്റർ വെക്കുക. പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ പറയാം, എന്താ പറയാ, ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി കറന്റ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ എന്താണ്, ഫീ സ്ട്രക്ചർ ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്നാൽ പോലും ഫീ സ്ട്രക്ചർ ഒന്ന് റാഷണലൈസ് ചെയ്യുക, സബ്സിഡൈസ് ദ ഫ്രീ സ്ട്രക്ചർ. അപ്പൊ എന്ത് പറ്റും, മൈഗ്രൻസിനും അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അടുത്ത എന്താണ് പറഞ്ഞോ, കുറച്ച് ലെസ് കോസ്റ്റിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടുവരാം, നമുക്ക് നല്ല രീതിയിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതായത് റെയിൽവേ ട്രാക്ക് അപകടം വളരെ കൂടുതലാണ്. സോ ആ രീതിയിൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇതാണ് റെയിൽവേയുടെ പ്രൈവറ്റൈസേഷനെ പറ്റി വേ ഫോർവേഡ് പറയുന്നത്. അപ്പൊ നമ്മൾ 4 പഠിച്ചു, എഗെയിൻസ്റ്റ് പഠിച്ചു, ഇന്ത്യൻ റെയിൽവേനെ പറ്റി ഏകദേശം ഒരു ഇൻട്രൊഡക്ഷനും കിട്ടി. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തതിൽ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പിന്നീട് ഒരു ക്ലാസ് അതിന്റെ ഇട്ടേക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.